നൃപൻ എല്ലാത്തിനെയും തള്ളിക്കൊണ്ട് വളരെ ചെറിയ ഒരു തർക്കം മാത്രം, വളരെ മൈന്യൂട്ടായ ഒരു തർക്കം മാത്രമാണ് അവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞു വെച്ച് നൃപൻ ചോദിച്ച ഒരു ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ അലോഷ്യസ് സേവ്യറിൻ്റെ പ്രതികരണം തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശദീകരണം വേണമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചത് ഇങ്ങനൊരു സംഘർഷം ഈ ക്യാമ്പിനകത്ത് ഉണ്ടായോ എന്ന ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിച്ചു. അതിനുശേഷം അദ്ദേഹം വിശദീകരണമായി പറഞ്ഞത് ചെറിയ തോതിൽ തർക്കം നടന്നു എന്നാണ്. ആ തർക്കത്തെ സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു പരസ്പര വിരുദ്ധമായ മറുപടിയാണ് അലോഷ്യസ് സേവ്യറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ ഈ പറഞ്ഞ വിഷ്വൽ, ഈ നമ്മൾ കൈരളി പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ഈ വിഷ്വൽ സംബന്ധിച്ച് ഗൂഢാലോചനയാണ്. കൈരളി എന്ന് പറയുന്ന സ്ഥാപനം, മാധ്യമം, KSU എന്ന് പറഞ്ഞ സംഘടന കൃത്യമായി ചിട്ടയായി നടത്തിയ ഒരു ക്യാമ്പിനെ പരിഹസിക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം നടത്തിയ ഗൂഢാലോചനയാണ് എന്നതാണ് അലോഷ്യസിൻ്റെ മറ്റൊരു വാദം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് അലോഷ്യസ് സേവ്യർ തന്നെ ഈ DJ-യുമായി ബന്ധപ്പെട്ട് നൃത്ത ചുവട് വയ്ക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ള രക്തക്കറ വീണ് കിടക്കുന്ന ദൃശ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ദൃശ്യങ്ങൾ ഇവിടെ നിന്നല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി പറയാനും കഴിയുന്നില്ല. ഇപ്പോൾ KPCC നിയോഗിച്ച കമ്മീഷനുണ്ട്, 3-അംഗ കമ്മീഷനുണ്ട്. അതിൽ MM നസീർ ഇന്ന് ഇവിടെ സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. MM നസീർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പോകാം. അലോഷ്യസ് സേവ്യർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. KPCC പ്രസിഡന്റ് നിയോഗിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പഴകുളം മധു, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ കൂടിയായ ശ്രീ AK ശശിയും കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. KSUവിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് KPCC പ്രസിഡൻറ്റിന് ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുവാനും സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, KSU പാരമ്പര്യത്തോടുകൂടി വർഷങ്ങളായി പുലർത്തി വന്ന അച്ചടക്കവും അതിൻ്റെ തത്വസംഹിതയും ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് KPCC ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇവിടെ വന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നിടത്തോളം KSUവിൻ്റെ ചില പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അത് ഈ ക്യാമ്പിൽ ഇന്നലെ ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ കൃത്യമായ അന്വേഷണം നടക്കും. എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഏതൊരു നേതാവിനെയും, KSUവിൻ്റെ ഭാരവാഹിയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി സംഘടനയിൽ നിന്നും അവരെ മാറ്റും. അവർക്ക് സംഘടനയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. കൂടുതലായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. കൂടുതൽ പ്രാഥമികമായ കാര്യങ്ങൾ വന്നേ ഉള്ളൂ. KSU സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും അതുപോലെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെയും അവർക്ക് കാണാൻ, അഭിപ്രായം പറയാനും, ഇന്നലെ നടന്ന അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് സംസാരിക്കാനും ഉള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രാഥമികമായൊരു റിപ്പോർട്ട് KPCC പ്രസിഡന്റ് നൽകുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പ് 2-3 ക്യാമ്പുകൾ, 3-ാമത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ക്യാമ്പുകളും നല്ല വിജയമായിരുന്നു. ചില ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലെ പോസ്റ്റിങ്ങും സംബന്ധമായി ഉള്ള തർക്കങ്ങളാണ് ചില സംഘർഷങ്ങളിലേക്ക് ഉണ്ടായത്. അത് ഒരു പരിധിവരെ നേതൃത്വത്തിന് ഒഴിവാക്കാനും അത് പിടിച്ചു നിർത്താനും സാധിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് കാര്യങ്ങൾ വസ്തുതാപരമായിട്ടല്ലാത്ത വാർത്തകളും മീഡിയകളിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചേ പറയാൻ കഴിയും. ഇല്ല, ഇതുവരെയ്ക്കും അങ്ങനെ ആർക്കെങ്കിലും പരിക്കുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
സുജിത്തും അഭിജിത്തും രണ്ട് അല്ല, ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് നിന്നുള്ള വിഷ്വലില് രക്തം തളം കെട്ടി കിടക്കുന്നതും സംഘർഷത്തിൽ ഏർപ്പെടുന്നതൊക്കെ അതിന് ഈ കാര്യങ്ങൾ തെളിവെടുപ്പ് നടന്ന് ഇവിടെ ഒരു അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഇപ്പം ക്യാമ്പിൻ്റെ സമാപനമാണ്. കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കി KPCC പ്രസിഡന്റിനെ ഏൽപ്പിക്കും. അദ്ദേഹം വേണ്ട നടപടികൾ നടത്തും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ നേതാക്കളെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ ശക്തമായ എന്തെങ്കിലും തെറ്റുകൾ നടത്തിയിട്ടുള്ള ഭാരവാഹികളുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സംഘടനയിൽ തിരുത്തൽ ഉണ്ടാകും, അത് സംശയമില്ല. അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള സംഘടനയാണ് KSU. ഇത്തരം സംഭവങ്ങളെ ഒരിക്കലും ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് നടയുടെ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. അതിന് കൃത്യമായ നടപടി ഉണ്ടാകും.